നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കണ്ടോ ഗൈസ്, ഇന്ന് ആയുധം കൊണ്ടുള്ള കളിയാണ്. ആക്ച്വലി ഞാൻ ഒത്തിരി ദിവസമായി ഇപ്പം ഒരു വ്ളോഗൊക്കെ എടുത്തിട്ട് ഞാൻ അല്ലറ ചില്ലറ പണികളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായിരുന്നു. അതുകൊണ്ട് വ്ളോഗൊന്നും എടുക്കാനുള്ള സമയം കിട്ടില്ല. അപ്പം ഇന്ന് ഞാൻ കുറച്ച് ഫ്രീ ആയിരുന്നു. പിന്നെ ഇന്നാണെങ്കിലേ ഒരു സുഖമില്ലാത്തൊരു മൂഡായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല. വിശപ്പൊന്നും തോന്നിയില്ല. ഉച്ചയ്ക്ക് കൊണ്ട് ഫുഡ് കഴിച്ചില്ല. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നല്ല വിശപ്പ് വരുന്നുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, എനിക്കൊരു കൊള്ളാത്തൊരു മൂഡായതുകൊണ്ട് എന്തെങ്കിലും നല്ല രസമുള്ള ഫുഡ്, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചാൽ മൂഡ് മാറും. എനിക്ക് സാധാരണ അങ്ങനെയാണ്. അത്ര മൂഡ് ഓഫ് ഒക്കെ ആകുമ്പോൾ നല്ല ഭംഗി ഇൻ ദ സെൻസ് ടേസ്റ്റ് ഉള്ള ഫുഡ് കഴിച്ചാൽ പെട്ടെന്ന് മൂടൊക്കെ ഇങ്ങനെ വെട്ടിത്തിളങ്ങും, നല്ല സന്തോഷം. അപ്പോൾ അതുകൊണ്ട് എന്തായാലും വിശക്കാണെങ്കിലും അങ്ങനെ ചോറൊന്നും കഴിക്കുന്നില്ല. നല്ല ടേസ്റ്റുള്ള എന്തെങ്കിലും ഇഷ്ടമുള്ള സാധനം കഴിക്കണം എന്നിങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കുക. അപ്പോൾ എത്ര ആലോചിച്ചിട്ടും എന്ത് കഴിക്കും, ഓർഡർ ചെയ്ത് കഴിക്കാൻ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ എന്ത് കഴിക്കും എന്നിങ്ങനെ ആലോചിച്ച് കിട്ടുന്നില്ല. ഓരോ നമുക്ക് സ്ഥിരമായിട്ട് കഴിക്കുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തു. അപ്പോൾ അതൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ കഴിഞ്ഞ ദിവസം തിരുവല്ല വരെ പോയായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ ബേൺ ഫ്രൈഡ് റൈസും ഫ്രൈഡ് ചിക്കനും കഴിച്ചു. അപ്പോൾ എനിക്ക് ആ ടേസ്റ്റ് ഇങ്ങനെ ഓർമ്മ വന്നേ. ആ ടേസ്റ്റ് ആക്ച്വലി എനിക്കൊരു ഭയങ്കര നൊസ്റ്റാൾജിക് കണക്ഷൻ ഉണ്ട് ബേൺ ഫ്രൈഡ് റൈസിനും ഫ്രൈഡ് ചിക്കനും. സംഭവം എന്താണെന്ന് വെച്ചാൽ, പണ്ട് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ സ്ഥിരം കഴിച്ചുകൊണ്ടിരുന്ന ഒരു ഐറ്റമാണ് ബേൺ ഫ്രൈഡ് റൈസും ഫ്രൈഡ് ചിക്കനും. എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളെ CMS കോളേജിലാണ് പഠിച്ചത്, കോട്ടയത്ത്. അപ്പം ഞാൻ കോട്ടയം CMS കോളേജിൽ പഠിക്കുകയും സ്റ്റേ ചെയ്തുകൊണ്ടിരുന്നത് കഞ്ഞിക്കുഴിയിലാണ്. അപ്പം കോളേജിൻ്റെ അവിടുന്ന് കഞ്ഞിക്കുഴിയിലോട്ട് പോകുന്ന ആ വഴിയുടെ ഇടയ്ക്ക് അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, 12 to 12 ബാർബിക്യൂ. കോട്ടയംകാർക്കൊക്കെ അറിയാമായിരിക്കും. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ സ്ഥിരം ഒരു താവളം എന്ന് വെച്ചാൽ അവിടെ നമ്മൾ കഴിക്കാൻ പോകുമായിരുന്നത് ബേൺ ഫ്രൈഡ് റൈസ്. അന്ന് അതിന് 290 രൂപയായിരുന്നു. ഞങ്ങൾ ഫുൾ ഡേ എന്തൊക്കെയോ അങ്ങ് പണികളാണ്, എന്താണെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ അങ്ങ് തിരക്കുള്ളൊരു കുറേ ആൾക്കാരായിരുന്നു കോളേജിൽ. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, പക്ഷെ നമുക്ക് ഫുഡ് കഴിക്കാൻ പോലും സമയമില്ലാതെ നമ്മൾ എന്തൊക്കെയോ അങ്ങ് പണിയായിരുന്നു. രാവിലെ ആക്ച്വലി ഫുഡൊക്കെ കൊണ്ടാണ് പോകുന്നത്. ആൻറ്റി എങ്ങാണ് ഇത് വീഡിയോ കേട്ടാൽ എനിക്ക് കോളാം. രാവിലെ നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഫുഡൊക്കെ ആയിട്ടാണ് പോകുന്നത്, പക്ഷെ കഴിക്കാറില്ല. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാതെ ഇങ്ങനെ വയറൊക്കെ ഇങ്ങനെ എരിഞ്ഞ് വയ്യാണ്ടാവും. എന്നിട്ട് വൈകുന്നേരം ഈ വരുന്ന വഴിക്ക് വീട്ടിലോട്ട്, അതായത് ഹോസ്റ്റലിലേക്ക് പോകുന്ന ആ വഴിക്ക് നമ്മൾ ഇവിടെ കയറിയിട്ട് ഇത് കഴിക്കും, ബേൺ ഫ്രൈഡ് റൈസും ഫ്രൈഡ് ചിക്കനും. അത് ആക്ച്വലി ഒരു പ്ലേറ്റ് നിറച്ചുണ്ടാവും. കുറേ ഉണ്ട്, വേണമെങ്കിൽ ഷെയർ ചെയ്യാം, രണ്ടുപേർക്ക് ഷെയർ ചെയ്യാം. എന്നിട്ട് നമ്മുടെ ആ ഒരു കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ഷെയർ ചെയ്യുമായിരുന്നു. എന്നിട്ട് ഞാനും റിയ ആയിരുന്നു ആദ്യം. ഇത് ഞാനും റിയ നന്ദു മാളും ഡെയ്സിയും ഒക്കെ. ഡെയ്സി ആക്ച്വലി ബിരിയാണി കഴിച്ചോണ്ടിരുന്നത്. നമ്മൾ എല്ലാവരും ഈ സാധനം കഴിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അതേ ക്രേവിങ്സ് വരുന്നത് എപ്പോഴാണെന്നറിയോ? എക്സാമിൻ്റെ മിക്കവാറും എക്സാമിൻ്റെ അന്ന് കഞ്ഞിയായിരിക്കും. എനിക്കാണെങ്കിൽ കഞ്ഞി ഇഷ്ടമേല്ല. അപ്പോൾ അന്ന് കഞ്ഞിയും കഴിച്ചിട്ട് പഠിക്കാനിരിക്കുമ്പോൾ കുറച്ച് ലേറ്റായിട്ട് നമ്മൾ പഠിക്കും. അന്നാണല്ലോ നമ്മൾ ബുക്ക് തുറക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വിശക്കും. അപ്പോൾ ഞാൻ റിയ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബേൺ ഫ്രൈഡ് റൈസിൻ്റെ ഫോട്ടോ അയച്ച് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കും. കഴിക്കാനുള്ള ഒരു ചാൻസും ഇല്ല. അന്നൊക്കെ ഡെലിവറി ഉണ്ടായിരുന്നോ എന്തോ, ഞങ്ങൾ കഴിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എനിക്ക് അതേ നൊസ്റ്റാൾജിക് ടേസ്റ്റിലേക്കും ഞാനിങ്ങനെ പോയി. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് തട്ടിക്കൂട്ടിയാലോ എന്നൊരു പ്ലാൻ ഉണ്ട്. അത് ഇച്ചിരി ടാസ്ക്കാണ്. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം, പിന്നെ ചിക്കൻ ഉണ്ടാക്കണം. അപ്പം ഞാനില്ലേ ആ ചിക്കൻ കഴിക്കാനായിട്ട് അതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കുറേ തപ്പി, എങ്ങനെ നോക്കിയിട്ട് ആ റെസിപ്പി കിട്ടുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ ഇതൊരു ഇച്ചിരി സ്വീറ്റും സ്പൈസി ആയിട്ടുള്ള ചിക്കനും അതിൻ്റെ ഇതുമാണ്. ബേൺ ഫ്രൈഡ് റൈസും ഫ്രൈഡ് ചിക്കനും കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം. അപ്പോൾ ഞാൻ നോക്കിയിട്ടൊന്നും റെസിപ്പി കിട്ടിയില്ല. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് വന്നപ്പോൾ നമ്മുടെ കൊറിയൻ ചിക്കൻ ഇല്ലേ, ആ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ തപ്പി കണ്ടുപിടിച്ച് ഒരുവിധം റെസിപ്പി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഈ വെളുത്തുള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലാസ്റ്റ് വെളുത്തുള്ളി പീസും അരിഞ്ഞു കഴിഞ്ഞു. നമ്മളത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. Are you guys with me for this? ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഐറ്റം. അപ്പോൾ ഗൈസ്, നമ്മൾ വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ ചിക്കൻ, അതായത് ഈ ഞാൻ ഉദ്ദേശിക്കുന്ന ടൈപ്പ് ഓഫ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് അതിൻ്റെ വേണ്ടിയിട്ടുള്ള സോസ് റെഡിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നോർമൽ സോസ് അല്ല, ആ ഇച്ചിരി സ്വീറ്റ് ആൻഡ് സ്പൈസി ഫ്ലേവേർഡ് ആയിട്ടുള്ള സോസാണ്. ആദ്യം അത് നമ്മൾ റെഡിയാക്കി വെക്കണം. അത് റെഡിയായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് സംഭവം ചെയ്താൽ മതി. പക്ഷേ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ആ നഗ്ന സത്യം മനസ്സിലാക്കിയത് ഗൈസ്. നമ്മുടെ വീട്ടിലെ മിക്സി പണി ചെയ്യുന്നില്ല, ഇന്നത് കേടായിപ്പോയി. അതുകൊണ്ട് നമ്മുടെ ടാസ്ക് 8ൻ്റെ പണിയാണ് നമുക്ക് തന്നേക്കുന്നത്. നമ്മുടെ 8ൻ്റെ പണിയായിരുന്നു ഇതുവരെയുള്ള ടാസ്ക് എങ്കിൽ അത് 16 ലെവലിലേക്ക് കയറിയിട്ടുണ്ട്.
ആയതിനാൽ ഞാൻ നമ്മുടെ ട്രഡീഷണൽ മെത്തേഡായിട്ടുള്ള അരപ്പ് പരിപാടിയിലേക്ക് പോവാണ്. നമ്മൾ അരകല്ലിൽ അരയ്ക്കാൻ പോവാണ്. അപ്പോൾ മിക്സി വർക്ക് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് അരകല്ലിലാണ് നമ്മൾ ഈ സംഭവങ്ങളൊക്കെ അരച്ച് സെറ്റാക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഇച്ചിരി കൂടെ കസ്റ്റമൈസ്ഡ് ആണ് ഗൈസ്. അതുകൊണ്ട് നിങ്ങൾ ഒതൻറ്റിക് സാധനം പ്രതീക്ഷിക്കരുത്. ഇത് പാറു സ്പെഷ്യൽ ചിക്കൻ, ഫ്രൈഡ് ചിക്കൻ ആൻഡ് റൈസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടേതായ രീതിയിൽ നമ്മുടെ കൊറിയൻ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. Are you guys ready for the Paru special burn fried chicken? I need to see that excitement on your faces. Let's be ready and go cook the fried chicken, guys. പണിപ്പുരയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് വല്ലതും അരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് മുളകാണ് അരയ്ക്കുന്നത്. ഇതൊരു യുദ്ധമാണല്ലോ ഗൈസ്. ഒരു ബിഗിനറിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഇതിനുണ്ടായിരിക്കും. നിങ്ങൾ ദയവ് ചെയ്ത് അത് ക്ഷമിക്കുക. മിക്സ് ഉണ്ടായിരുന്ന നമുക്ക് ഈ പാടൊന്നും ഇല്ലായിരുന്നു. നമുക്കിത് പേസ്റ്റ് രൂപത്തിലാണ് കിട്ടേണ്ടത്. ലെറ്റ്സ് ട്രൈ അവർ ബെസ്റ്റ്. അങ്ങനെ നമ്മുടെ പേസ്റ്റ് ഏകദേശം പേസ്റ്റ് രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ കഠിന പോരാട്ടത്തിന് ഒടുവിൽ നമുക്ക് മുളക് പേസ്റ്റ് രൂപത്തിൽ അരച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി സോസ് ഉണ്ടാക്കാൻ പോവാണേ. അപ്പോൾ ആദ്യം നമ്മൾ ഈ മുളക് ഇതിലേക്കിടും. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് സോയാ സോസാണ്. സോയാ സോസ് സോറി ഗൈസ്, ഐ ആം എ ബിറ്റ് മിസ്സി. പിന്നെ നമ്മൾ ഒഴിക്കുന്നത് വിനീഗറാണ്. വിനീഗറും ഒരടപ്പ് ആവശ്യമുള്ളൂ. പുളിയാണ് വിനീഗർ. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഇതൊന്ന് കുറച്ചൊന്ന് ഇളക്കിയിട്ടുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് നമ്മൾ ഇടുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് ഷുഗർ. പഞ്ചസാര പൊടിച്ച് വെച്ചേക്കുന്നതാണ് ഷുഗറും കൂടി ഇട്ടു. മിക്സിങ് ഇറ്റ് നൗ. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത് ഡാബർ ഹണി. യെസ്, ഹണിയും കൂടെ ഒഴിക്കുകയാണ്. ഹണി വരാനാകുമ്പോഴത്തേക്ക് നാളെ ആവുമ്പോൾ looks so nice. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഇത് മനസ്സിലാക്കണമല്ലോ. സ്പൈസി ആൻഡ് സ്വീറ്റ് ആണ്. പിന്നെ ഇത് ഞാനിതിനെ കുറച്ച് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ആരെങ്കിലും ഇത് അനുകരിച്ചാൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഉണ്ടായിരിക്കും അവർക്ക്. കാരണം ഇത് എൻ്റെ സ്വന്തം ഡിഷാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ സോസ് നമ്മൾ ഏകദേശം റെഡിയാക്കി. ഇത് ഇച്ചിരി നന്നായിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് അറിയാമോ? നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ഒരു ചിക്കനാണ്. അതിലിച്ചിരി കോൺ സ്റ്റാർച്ച് കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഈ എണ്ണയ്ക്കകത്തിട്ടൊന്ന് വറക്കാൻ പോവാം. ഓക്കെ, നമുക്കിത് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണം. നല്ല ക്രിസ്പി ചിക്കനാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. റിസ്കി ടാസ്ക്കാണ് ഗൈസ്. വെള്ളമുള്ള ചീനിച്ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിൻ്റെ പൊട്ടലും ചീറ്റിലുമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയാണ് നമ്മുടെ ഈ ഫ്രൈഡ് ചിക്കൻ്റെ ഫൈനൽ സ്റ്റെപ്പ്. നമ്മൾ കുറച്ച് റെഡ് ചില്ലി, ഇങ്ങനെ ഇതാണ് റെഡ് ചില്ലിയുടെ കൂടെ നമ്മൾ ഇടുന്ന കുറച്ച് സാധനമാണ് ഗാർലിക്. യെസ്, നമ്മളിനി നമ്മുടെ സോസ് അങ്ങോട്ട് ഒഴിക്കും. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമ്മളിതിലേക്ക് നമ്മുടെ ചിക്കൻ. അങ്ങനെ നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റിൽ നിന്ന് ആവി പറക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ ഗൈസ്? ഇത് ഏകദേശം ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ റെഡിയായ സ്ഥിതിക്ക് നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ഫ്രൈഡ് റൈസും കൂടെ തട്ടിക്കൂട്ടാം. നമ്മൾ ഇത്രയും നേരം അരിഞ്ഞു വെച്ച് വെളുത്തുള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ സ്ഥിരം ഉള്ളി, ക്യാരറ്റ്, പച്ചമുളക് മുതലായ ഐറ്റങ്ങളൊക്കെ ആഡ് ചെയ്ത് 2-3 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ട് നമ്മുടെ ചോറ് അതിലേക്ക് അങ്ങ് ഇടുക.
എന്നിട്ട് ഫൈനലി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് സോയാ സോസും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ വറുത്ത് വെച്ച ആ വെളുത്തുള്ളി അതിലേക്ക് ആഡ് ചെയ്താൽ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി. അങ്ങനെ എൻ്റെ കസ്റ്റമൈസ്ഡ് ബേൺ ഫ്രൈഡ് റൈസ് ആൻഡ് ഫ്രൈഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഫൈനലി നമ്മൾ ഈ ബേൺ ഫ്രൈഡ് റൈസും എൻ്റെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കനും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനി എങ്ങനെയാവും കഴിക്കാനെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നമുക്ക് നോക്കാം. ഫുൾ എഫേർട്ട് ഇട്ടിട്ടുണ്ട്, അതിനകത്ത് യാതൊരു സംശയാർക്കും വേണ്ട. റൈസ് ഇസ് ഗുഡ്, സ്പൈസി, നല്ലതാണ്. ചിക്കൻ നോക്കാം. കൊള്ളാം ഗൈസ്, പ്രൗഡ് ഓഫ് മൈ സെൽഫ്. സംഭവം സൂപ്പറാണ്. അടിപൊളി. ഇതിൽ നമുക്കിത് എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം. ഏത് ഫ്ലേവറാണ് ഡോമിനൻ്റ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട് നമുക്ക് അതിനനുസരിച്ച് ഇട്ടാൽ മതി. ഇപ്പം സ്പൈസിയാണ് കുറച്ച് കൂടുതലായിട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ മുളക് കൂട്ടിയിട്ട് അങ്ങനെ ചെയ്യാം. സ്വീറ്റാണ് ഡോമിനൻ്റ് ആയിട്ട് വേണമെങ്കിൽ പഞ്ചസാര കൂട്ടിയിട്ട് ഹണി കൂട്ടിയിട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ ഒരു പൊടിക്ക് സ്വീറ്റാണ് കൂടുതൽ. ഞാൻ അത്ര മുളക് കിട്ടില്ല, പക്ഷെ ഞാൻ നല്ലോണം തേൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എനിക്ക് ഇത്രയാണ് ഇഷ്ടം. ഇത്രയും സ്വീറ്റ് വേണം. അടിപൊളി. അപ്പോൾ ഗൈസ്, ഇതൊരു നല്ല രസമുള്ളൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് എക്സ്പെരിമെൻറ്റ് ചെയ്ത് പൊളിക്കുക. അപ്പോൾ ശരി, സീ യു അൺടിൽ നെക്സ്റ്റ് ടൈം. ബൈ ബൈ.